സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആ യേശുവിന്റെ സമാധാനവും സന്തോഷവും വാത്സല്യ ഭവനത്തിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഭൂവാസികളെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു. യേശു ക്രിസ്തുവിന്റെ ഈ ലോക പ്രവേശനത്തിന്റെ ഉദ്ദേശം മനുഷ്യനെ അവരുടെ അസമാധാനത്തിൽ നിന്നും പാപത്തിൽ നിന്നും അവരുടെ തകർച്ചകളിൽ നിന്നും അവരെ ഉദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. 33 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ച യേശു ക്രിസ്തു കുരുടർക്ക് കാഴ്ചയും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയും ചെകിടർക്ക് കേൾവി നൽകിയും ഉമരെ കൊണ്ട് സംസാരിപ്പിച്ചും മുടന്തരെ എഴുന്നേൽപ്പിച്ചും തളർവാദ രോഗികളെ സൗഖ്യമാക്കിയും മരിച്ചവരെ ഉയർപ്പിച്ചും കൊണ്ട് മനുഷ്യന്റെ സകല ശാരീരികമായ പ്രയാസങ്ങൾക്കും പരിഹാരകനാണ് എന്ന് തെളിയിച്ചു. അസമാധാനം കൊണ്ട് കൊടുമ്പിരി കൊണ്ടിരുന്ന ജനങ്ങൾക്ക് ദിവ്യ സമാധാനം നൽകി താൻ സമാധാന പ്രഭുവായി മാറി. ഇന്നും യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ സിംഹസ്വഭാവികളെ കുഞ്ഞാടുകളാക്കി മാറ്റുന്നു, നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുന്നു. സമൂഹത്തിൽ കുടുംബത്തിൽ തള്ളപ്പെട്ട വ്യക്തികളെ രൂപാന്തരപ്പെടുത്തി പരിവർത്തന വിധേയമാക്കി സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളാകുന്നവരാക്കി തീർക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്നെ 33 വയസ്സിൽ മുഴുവൻ മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ തന്റെ അവസാനങ്ങളിൽ രക്തം വരെ ചൊരിഞ്ഞു, തന്റെ പ്രാണനെ വെടിഞ്ഞു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. യേശു ഭൂമിയിലായി പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന് നൽകുന്ന ആ ദിവ്യ സമാധാനം ഈ വാത്സല്യ ഭവനത്തിൽ പ്രിയ സഹോദരനോ മാതാവിന് ഈ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ദൈവം നൽകട്ടെ എന്ന പ്രത്യാശയോടുകൂടി പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ ക്രിസ്മസ് ദിന മംഗളാശംസകളും അറിയിച്ചുകൊണ്ട് ഞങ്ങളോട് കാണിച്ചാണ് സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.